നമുക്ക് ഒരു സ്ഥലം വരെ പോയി എന്നാലോ? രാവിലെ തന്നെ ലാബിലൊക്കെ കയറി ഉച്ചയായപ്പോ ഞാളിങ്ങ് ഇറങ്ങി. എങ്ങോട്ടേക്കാന്നറിയോ? ചോറ് കഴിക്കാൻ പോകുന്നു. അതെ ഗൈസ്, ഇവിടെ അടുത്തൊരു പള്ളിയിൽ ചോറുണ്ട്. അപ്പൊ മേടിച്ച് വെറുതെ ഇട്ടുന്നല്ലേ, വെറുതെ പോയി തിന്നു. ആള് ഇവിടെ അടുത്തുള്ള എല്ലാ പള്ളിയിലും പോയി ചോറ് കഴിക്കില്ല. അമ്പലത്തിലും പോക്കുണ്ട്. നട്ടു ഉച്ചയ്ക്ക് ഇറങ്ങിയോണ്ട് ഭയങ്കര വെയിലായി. ഇത് മഴക്കാലെന്നുള്ള കാര്യം മറന്നു. എന്ത് വെയിലാ ഇത്? നമ്മളന്ന് കൊണ്ടാക്കുന്നത് ഇവനാണ്. ഇവൻ ഉടുക്കത്ത് അർജന്റീന ഫാനായിരുന്നു. അർജന്റീന തോറ്റേണ്ട ശേഷം ഇവന് ഭ്രാന്തായി. ഇപ്പൊ എല്ലാ ജേഴ്സിയും വാങ്ങി വെച്ചിട്ട് ഓരോ ദിവസം ഓരോന്ന് എടുത്തിട്ട് വരും. എന്നിട്ട് ഓരോ ദിവസം ഓരോന്നിനെ കുറ്റവും പറയും. എന്തൊക്കെ പറ്റിപ്പോയി. പക്ഷെ കാര്യാക്കണ്ട, പാവാണ്. അങ്ങനെ ആള് പള്ളിയിൽ ഞാളെ വിചാരിച്ച് ഫുഡൊക്കെ തീർന്നൊന്നും പോയിക്കില്ല. നാടുണ്ടായി നാളെ വിചാരിച്ച് വലിയ വരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വരിയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പെട്ടെന്ന് തന്നെ ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി സാമ്പാറും ചോറും ഉപ്പേരിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. നാളതൊക്കെ കഴിക്കാൻ നോക്കുമ്പോഴത്തേക്കും മനുഷ്യ ഇത് മൊത്തം തിന്നു കഴിഞ്ഞു. എങ്ങനെ സാധിക്കുന്നുല്ലേ? അപ്പൊ ഒരിഞ്ഞ വേലും ചൂടുള്ള കറിയും ചോറും കഴിഞ്ഞു. ഞാളതൊക്കെ ഒന്ന് തണുക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ കാത്തുക്കുക. മനുഷ്യനപ്പോഴത്തേക്കും ചൂടൊന്നും ഇല്ല. അങ്ങനെ ഞാൻ തിന്ന് കഴിഞ്ഞു കഴിച്ചു. ആരും നോക്കണ്ട ഗൈസ്, പ്ലേറ്റ് കാലിയാണ്. അത് ഞാൻ കഴിച്ചല്ല, ഞാൻ വേസ്റ്റ് കളഞ്ഞാണ്. അത് മൊത്തം തിന്നുള്ള ആരോഗ്യം എനിക്കില്ല. അങ്ങനെ ഞാൻ തിന്ന പാത്രമൊക്കെ കഴുകി വെച്ച് നല്ല കുട്ടികളായിട്ട് ലാബിലേക്ക് തിരിച്ചു പോട്ടെ. ഇനി ഞങ്ങൾക്ക് പണി ചെയ്യണം. വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ സുഖമായിരുന്നു ഗൈസ്. ഇപ്പൊ അവസാനം ഒരു പായസം കൂടി ഉണ്ടായിരുന്നു ഗൈസ്, അത് ഞാൻ കാണിക്കാൻ. അതും കഴിച്ച് ഇനി ഞങ്ങൾ പണിക്ക് പോട്ടെ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ബൈ.